വലിയ വീഡിയോ ആകുമ്പോഴേ ചില ആളുകളെ മൊബൈലിൽ ഇത് ഓണായി കിട്ടാൻ പ്രയാസമാകുന്നതുകൊണ്ടാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. 12 സമ്മാനം വരെ നമ്മൾ എടുത്തു. 13ാമത്തെ സമ്മാനത്തിൽ കിടക്കുകയാണ്. തൊണ്ണൂറ്റിയേഴ് പ്രീതി ഐലാശ്ശേരി. 97 പ്രീതി ഐലാശ്ശേരി. നാൽപ്പത്തിയേഴ് രജിത കർത്തേനി. 14ാമത്തത് കേട്ടോ. മുപ്പത്തിയൊമ്പത് റോജ ബേബി. 39 റോജ ബേബി. 15ാമത്തെ സമ്മാനം. ഏഴ് ഹാജറ ചെറുകോട്. 16 91 സരിത കല്ലാമൂല. 91. 17ാമത്തെ സമ്മേളനം. മുപ്പത്തിരണ്ട് റംലത്ത് ഉദരംപൊയിൽ. 32. 18ാമത്തത്. ഇത് 1ഉം 2ഉം ഫസ്റ്റ് സമ്മാനം വലുതും ചെറിയ സമ്മാനം സെക്കൻഡ് സമ്മാനം ചെറുതൊന്നും അല്ല കേട്ടോ. ഒക്കെ ഒരേ വില ഉടിപ്പില്ല സമ്മാനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ എണ്ണം പറഞ്ഞു എന്നുള്ളൂ. 1ാം സമ്മാനം വലിയത്, 2ാം സമ്മാനം ചെറുതൊന്നുമില്ല. എല്ലാതും വില ഉടിപ്പില്ല സമ്മാനമാണ്. എല്ലാത്തിനും മൂല്യമുള്ള സമ്മാനമാണ്. തൊണ്ണൂറ്റിനാല് ഷീജ പള്ളത്ത്. 19ാമത്തെ സമ്മാനം. 19 ആളുകളെ ഇപ്പം നമ്മളെടുത്തു. ഇരുപത് ബബിത തിരുവാലി. 20. 20ാമത്തെ സമ്മാനം. നാല് നുസ്രത്ത് അമ്പലക്കടവ്. 21ാമത്തെ സമ്മാനം. ഒന്നും കൂടി അല്ലോളൂ. അവസാനത്തെ സമ്മാനം ആണ് എടുക്കുന്നത്. 22 പേർക്കാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത്. അവസാനത്തെ ആളാണ്. ആരാണ് ആ ഭാഗ്യശാലി നോക്കുക. എല്ലാവരും കിട്ടിയവരൊക്കെ ഭാഗ്യശാലികളാണ്. എന്നാലും അവസാനത്തെ ആളാണ്. 5-6 56 രജനി കാരാട്.
രജനി കാരാട് 56. അപ്പോൾ ഇങ്ങനെ 22 പേർക്കാണ് നമ്മൾ സമ്മാനം നിശ്ചയിച്ചിട്ടുള്ളത്. ഈ സമ്മാന പദ്ധതി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവർക്കൊക്കെ ഈ ഗ്രൂപ്പിൽ എപ്പോഴാണ് സമ്മാനം കൊടുക്കുക എന്നുള്ളത് നാളെയോ മറ്റന്നാളോ, മിക്കവാറും മറ്റന്നാളത്തേക്ക് എല്ലാവരും നമ്മുടെ ഓഫീസിൽ വന്ന് കറക്റ്റ് സമയം ഇതൊക്കെ നമ്മളതിൽ രേഖപ്പെടുത്തും. ആ സമയത്ത് തന്നെ വരണം. ആ വന്ന് ഈ വലിയ മൂല്യമുള്ള ഇതിൻ്റെ വിലപിടിപ്പുള്ള സമ്മാനമാണ്. അത് നിങ്ങൾ ആ രീതിയിൽ തന്നെ കണ്ട് മൈൻഡ് ചെയ്യാതെ ഇത്രയും ദിവസമായിട്ട് ഇതിനു വേണ്ടിയിട്ട് ഊർജം ചെലവഴിക്കുന്ന എന്നെപ്പോലത്തെ ആളുകളുണ്ട്. അവരുടെ പ്രയാസം പോലും മനസ്സിലാക്കിക്കൊണ്ട് ഇതിൻ്റെ ഗൗരവത്തോടെ ഈ സമ്മാനം കിട്ടിയ ആളുകൾ ഓഫീസിൽ വന്ന് സമ്മാനം വാങ്ങണം. അത് എന്നാ വരേണ്ടതെന്ന് ഡേറ്റ് നിങ്ങൾക്ക് വിവരം തരാം. എന്തായാലും നാളെയോ മറ്റന്നാളോ ഇതിൻ്റെ ഉള്ളിൽ ഡേറ്റ് തരും. ഒരു നിങ്ങൾക്ക് പറ്റാവുന്നൊരു ഡേറ്റിൽ നിങ്ങൾ ഈ സമ്മാനം വന്ന് എല്ലാവരും ഒരുമിച്ച് വന്ന് സന്തോഷത്തോടെ ഇത് വാങ്ങി ഈ വലിയ മഹത്തായ പദ്ധതി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഭാവിയിലും ഇതുപോലുള്ള സമ്മാന പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കണം. അതോടൊപ്പം തന്നെ ഇത് വ്യക്തിപരമായ നമ്മുടെ ട്രസ്റ്റിലെ ആളുകൾ നിങ്ങൾക്ക് തരുന്ന സമ്മാനമാണ്. ഇത് ട്രസ്റ്റിൻ്റെ ഫണ്ടിൽ നിന്ന് എടുത്തിട്ടല്ല, നമ്മൾ വ്യക്തിപരമായ ഫണ്ട് ചിലവാക്കുന്നതിന് അതിൽ നിന്ന് എടുത്ത് തരുന്ന സമ്മാനമാണ്. ഈ കിട്ടാത്ത ആളുകൾക്ക് അടുത്ത സമ്മാന പദ്ധതിയിൽ അവർക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പരിപാടിയിൽ അവസാനിപ്പിക്കുകയാണ്. സമ്മാനം നിർബന്ധമായിട്ട് നിങ്ങളെ ഈ പേരും കിട്ടിയ ആളുകളെ പേര് ഇതൊക്കെ ഗ്രൂപ്പിലിടും. സമയം അതിൽ കാണിക്കും. അന്ന് നിർബന്ധമായിട്ട് വന്ന് വാങ്ങണം. ഓക്കെ.